ഹലോ, അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഷോപ്പിംഗ് എന്നും പറഞ്ഞു പോയതാണ്. നല്ല ബിസി ആയിപ്പോയി. അപ്പോൾ ഏതായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടെ പോവുകയാണെങ്കിലും ആദ്യമേ തന്നെ ഞാനും അമ്മയും കൂടെ നേരെ ഹണിയിൽ വന്നിരുന്നിട്ടുണ്ട്. അച്ഛൻ എവിടെയൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അതുവരെ അവിടെ അസ്കർക്കായിട്ട് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതുവരെയുള്ള ഷോപ്പിംഗ് പോലെയല്ല, ഇത് കുറച്ച് സ്പെഷ്യൽ ഷോപ്പിങ്ങിനാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ നിങ്ങൾക്ക് ലാസ്റ്റ് വരെ കണ്ടാൽ മനസ്സിലാവും ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഞങ്ങൾ അച്ഛനെ വെയിറ്റ് ചെയ്ത് അച്ഛൻ വന്നതിന് ശേഷം ഞങ്ങൾ നേരത്തെ ടാക്സിയിൽ റോളയിലേക്ക് എത്തിയിട്ടുണ്ട്. റോളയിൽ റോള മാളിലേക്കാണ് ഞങ്ങൾ ആദ്യം തന്നെ പോകുന്നത്. റോള മാളിൻ്റെ അവിടെ കയറുന്ന അവിടെ തന്നെയാണ് നമ്മുടെ ആദ്യം ട്രൈപ്പോഡ് വാങ്ങിയിട്ടുള്ള ആ ഷോപ്പ് നൂറൽ ബത്തീന. അപ്പോൾ അവിടെ അവരെന്നെ കണ്ടപ്പോൾ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ബിസി ആയി പോയിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അല്ല, ഇതിപ്പോൾ റോള മാളിൽ നിന്ന് പറഞ്ഞിട്ട് മെഗാ മാളിലാണല്ലോ എത്തിയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. സംഭവം ഞാൻ വഴിയെ പറയാം. സംഗതി ഏതാണെന്ന് വെച്ചാൽ ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചത് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരു സ്പെഷ്യൽ ഷോപ്പിംഗ് എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ നേരെ അത് തപ്പി പോയിട്ടുള്ളത് റോളയിലേക്കായിരുന്നു. അതും റോള മാളിലാന്ന് എഴുതി നോക്കുമ്പോൾ സംഭവം അവിടെയല്ല. അതിൻ്റെ അകത്ത് ഫുൾ മൊബൈൽ ഷോപ്പ് മാത്രമേ ഉള്ളൂ, ജ്വല്ലറി ഒന്നുമില്ല. അപ്പോൾ തൽക്കാലം അവിടുത്തെ എന്തൊക്കെയോ ഐറ്റംസ് ഒക്കെ വാങ്ങി ഞങ്ങളിങ്ങ് പോകുന്നു. കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു വാങ്ങാൻ, മെയിനായിട്ട് തന്നെയായിരുന്നു. പക്ഷെ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഷാർജ മെഗാ മാളിലായിരിക്കും എന്നുള്ളത്. ഒരു മാൾ എന്നുള്ളത് മൈൻഡിലുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ അവിടെയല്ല സംഗതി. പിന്നെയാണ് മനസ്സിലായത് അത് ഗ്രാൻഡ് മാളിലാണെന്നുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വിഷുവിൻ്റെ തലേന്നൊക്കെ ഞങ്ങൾ പോയിട്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ഗ്രാൻഡ് മാളിലായിരുന്നു. സംഭവം അവിടെയാണ് ഈ ഒരു ജ്വല്ലറി ഉള്ളത്. ഏകദേശം ഇത് അറിയുമ്പോഴത്തേക്ക് ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ഒരു ദിവസം പോകാമെന്ന് വിചാരിച്ചു. അന്ന സ്ഥിതിക്കൊന്ന് അവിടെയൊക്കെ ചുറ്റി കണ്ടിട്ടാണ് നേരെ റൂമിലേക്ക് പോയത്. അപ്പോൾ അത്രയുള്ളൂ. ബാക്കി വിഷയം വഴിയെ പറയാം. ബൈ.